പ്രിയ സുഹൃത്തുക്കളെ, സ്വാഗതം. ഈ പരിപാടിയുടെ സ്വാഗതം പറയാനായി സ്വാഗതവും ആമുഖ പ്രഭാഷണവും കഥാകൃത്തും നമ്മുടെ സാഹിതിയുടെ വൈസ് പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കൾ, ഇന്നത്തെ പരിപാടിക്ക് വലിയ ഔപചാരികത ഒന്നും തന്നെ നാം കൊടുക്കേണ്ടതില്ല. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. പക്ഷേ സദസ്സിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വസന്ത മാഷും MD രത്നമ്മ ചേച്ചിയും അടക്കമുള്ള നിരവധി എഴുത്തുകാർ, K. രഘുനാഥൻ സാർ അടക്കമുള്ള രാജലക്ഷ്മി മാനവി അടക്കമുള്ള നിരവധി എഴുത്തുകാർ ഇന്നത്തെ വേദിയിൽ സദസ്സിൽ നമ്മളെ അഭിമുഖീകരിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തതിനൊപ്പം തന്നെ ഇന്നത്തെ വിശിഷ്ട അതിഥി, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സമകാലീന മലയാള കവിത സാഹിത്യ ശാഖയിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. എന്നാൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ദുർലഭമായി മാത്രം നമ്മൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞിട്ടുള്ള ശബ്ദമാണ്, മുഖമാണ് അദ്ദേഹത്തിൻ്റെ എന്നുള്ളതാണ്. ശ്രീ G. ഉണ്ണികൃഷ്ണൻ 2022 സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമാണ്. അദ്ദേഹത്തെ കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ അധ്യക്ഷ പ്രമുഖ വിവർത്തന സാഹിത്യകാരിയും സാഹിതിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണനാണ്. സരസ്വതി ടീച്ചറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ ഈ പരിപാടിയുടെ സംവാദശേഷമുള്ള അവലോകന പ്രസംഗം നടത്തുന്ന പ്രതിജ്ഞ രേഖപ്പെടുത്തുന്ന ശ്രീ ജയചന്ദ്രൻ A. മേനോനാണ്. നമ്മുടെ അംഗം കൂടിയായിട്ടുള്ള ശ്രീ ജയചന്ദ്രനെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ശ്രീ G. ഉണ്ണികൃഷ്ണൻ സാർ നമ്മുടെ അയൽനാട്ടുകാരനാണ്. ഒരുപക്ഷെ തൃശ്ശൂര് അല്ലാത്തത് കാരണമായിരിക്കാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും ദുർലഭമായി തൃശ്ശൂരിന് സംഭവിക്കുന്നു. എന്നാൽ പറവൂര് അത്ര ദൂരമുള്ള ഒരു സ്ഥലമല്ല, നമ്മുടെ അയൽവക്കാട് തന്നെയാണ്. പറവൂർ സ്വദേശിയാണ് അദ്ദേഹം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും LLBയും കരസ്ഥമാക്കിയ അദ്ദേഹം ദീർഘകാലം കൊച്ചിൻ കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അതിനു മുമ്പ് എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്ന് രേഖകളിൽ ഉണ്ട്. കവി, അധ്യാപകൻ, അമേച്ചർ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധായകൻ, വിവർത്തകൻ എന്നീ നിലകളിലെല്ലാം തന്നെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, പ്രശസ്തനാണ്. ഏതാണ്ട് 5-ലധികം പുസ്തകങ്ങൾ കവിതാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനയുണ്ട്. 2022 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കടലാസ് വിദ്യ വളരെ പ്രശസ്തമായ ഒരു കാവ്യമാണ്. അത് ആ കാലഘട്ടത്തിൽ തന്നെ പരിചയപ്പെടാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. വൈശാഖൻ മാഷ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, അതിന് മുമ്പ് ഞാൻ അക്കാദമിയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ സമയത്ത് 2021 തന്നെ പരിഗണിക്കപ്പെട്ട ഒരു കൃതിയായിരുന്നു. അതിന് മുമ്പ് തന്നെ പരിഗണിക്കപ്പെട്ടു. 2020 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്, അല്ലേ? 20. പക്ഷേ 2022 അവാർഡാണ് കടലാസ് വിദ്യക്ക് കിട്ടുകയുണ്ടായി. ഒരു വർഷം കൂടെ മുമ്പേ കിട്ടേണ്ടതായിരുന്നു ആ കൃതിക്ക്. അന്നത്തെ ജൂറി ഡിസിഷൻസ് അങ്ങനെ തന്നെയായിരുന്നു വന്നതെങ്കിലും അത് മറ്റൊരാൾക്ക് പോയി. പക്ഷെ തൊട്ടടുത്ത വർഷം തന്നെ ആ പുസ്തകം അക്കാദമിയുടെ അർഹതാ പട്ടികയിൽ ഉൾപ്പെടുകയും അതിന് പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. അതുൾപ്പെടെ ഏതാണ്ട് 5ഓളം കവിതാ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുള്ളത്. അതുകൂടാതെ ഏഴിക്കരക്കുറിപ്പുകൾ എന്ന പേരിൽ ഒരു ഓർമ്മക്കുറിപ്പ് കൂടി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏഴിക്കരക്കാരനാണ് അദ്ദേഹം. പറവൂരിൽ തന്നെയുള്ള ഏഴിക്കര
ഗ്രാമത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ പുസ്തകത്തിന് സ്വാഭാവികമായിട്ടും ഏഴിക്കര കുറിപ്പുകൾ എന്നാണ് അദ്ദേഹം പേര്. അദ്ദേഹത്തിന് ഓർമ്മക്കുറിപ്പുകളാണ് അത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും നിങ്ങളിൽ പലരും വായിച്ചിരിക്കാൻ സാധ്യതയില്ലെങ്കിൽ കൂടിയും ഈ കടലാസ് വിദ്യയും ഏഴിക്കര കുറിപ്പുകളൊക്കെ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് എന്നാണ് എൻ്റെ പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കൂടിയാണ്. അതുകൂടാതെ 2 പുസ്തകങ്ങൾ അദ്ദേഹം വിമർശനം ചെയ്യുകയുണ്ടായി മലയാളത്തിലേക്ക്. ഒന്ന് മരിയോ വർഗാസിന്റെ ഒരു പുസ്തകമാണ്. അതുപോലെ മറ്റൊരു പുസ്തകം ദൈവമാകാൻ കൊതിച്ച ബസ് ഡ്രൈവർ എന്ന എഡ്ഗാർ കെനറ്റിന്റെ ഒരു പുസ്തകം കൂടി അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെതായിരുന്നു. നാടക പ്രവർത്തനം ചേർപ്പ് എന്നോട് സാർ സംസാരിക്കുമ്പോൾ പറയുന്നത് ചേർപ്പ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി അമേച്ചൂർ നാടകങ്ങളുടെ അമരക്കാരനായിട്ടിരിക്കാൻ സംവിധായകനായിട്ട് തുടങ്ങി അതിൻ്റെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ചേർപ്പുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കവിയായും വിവർത്തകനായും നാടക പ്രവർത്തകനായും ഒക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രഭാഷണവും ഇന്ന് നമുക്കൊരു സാഹിത്യ സദ്യ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സരസ്വതി ടീച്ചറും പ്രത്യേകിച്ച് കൽപ്പറ്റ ബാലകൃഷ്ണ മാഷുമായിട്ട് ഉണ്ണികൃഷ്ണ മാഷിന്റെ ബന്ധം ഇന്ന് ആ കഥയും കൂടി നമുക്ക് കേൾക്കാം. ഞാനത് സ്വകാര്യമായിട്ട് കേട്ടിട്ടുള്ളതാണെങ്കിലും അത് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. അത് വിശദമായി പറയാനും മറ്റുള്ളവർക്ക് കേൾക്കുവാനുള്ള ഒരു അവസരം ഉണ്ണികൃഷ്ണ മാഷിൽ നിന്നും അതുപോലെ സരസ്വതി ടീച്ചറിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷയെ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.